ഇപ്പോൾ സംസ്ഥാനത്ത് സൗജന്യമായി ഭൂമി പതിച്ച് കിട്ടുന്നതിനുള്ള വരുമാന പരിധി ഉയർത്തി. നിലവിൽ 1 ലക്ഷം രൂപയായിരുന്ന വരുമാന പരിധി 2.5 ലക്ഷം രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചത്. സംസ്ഥാനത്തെ ഉയർന്ന ജീവിത നിലവാരം കണക്കിലെടുത്താണ് തീരുമാനം. ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, അതായത് ഇനിയിപ്പോൾ 2.5 ലക്ഷം എന്നുള്ള വരുമാന പരിധിയായി വർദ്ധിപ്പിച്ചിരിക്കുന്നുവെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ തീരുമാനത്തെ നോക്കി കാണേണ്ടത്? അനുജ, സംസ്ഥാനത്ത് സർക്കാരിൽ നിന്ന് ഭൂമി സൗജന്യമായി പതിച്ച് ലഭിക്കുന്നതിനുള്ള വരുമാന പരിധി ഉണ്ടായിരുന്നു. ആ വരുമാന പരിധി ഏറ്റവും ഒടുവിൽ പുതുക്കിയത് 2013 അന്നാണ് വരുമാന പരിധി 1 ലക്ഷം രൂപയായി ഉയർത്തിയത്. അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് ഈ വരുമാന പരിധി 1 ലക്ഷമായി ഉയർത്തിയത്. എന്നാൽ പിന്നീട് ഈ സംസ്ഥാനത്തെ ജീവിത നിലവാരം വർദ്ധിക്കുകയും ആളുകൾക്ക് ഈ 1 ലക്ഷം രൂപ എന്നുള്ള വരുമാന പരിധി ഉള്ളതുകൊണ്ട് പലർക്കും ഈ സൗജന്യമായി ഭൂമി ലഭിക്കുന്നതിൻ്റെ ആനുകൂല്യം ലഭിക്കാതെ വന്നു. മാത്രമല്ല, സൗജന്യമായി ഭൂമി ലഭിക്കുന്നതിന് പകരം കമ്പോള വില ഒടുക്കി ഭൂമി പതിച്ചു വാങ്ങേണ്ട സ്ഥിതിയാണ് ഈ വരുമാന പരിധി ഇങ്ങനെ താഴ്ന്നു നിന്നത് മൂലം ഉണ്ടായത്. ഈ സാഹചര്യം കണക്കിലെടുത്താണ് വരുമാന പരിധി 1 ലക്ഷം രൂപയിൽ നിന്ന് 2 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കാൻ റവന്യൂ വകുപ്പ് തീരുമാനിച്ചത്. റവന്യൂ വകുപ്പിൻ്റെ ഉത്തരവ് ഇതിൻ്റെ വിജ്ഞാപനം പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതനുസരിച്ച് സംസ്ഥാനത്ത് സൗജന്യമായി ഭൂമി പതിച്ചു നൽകുന്നതിനുള്ള വരുമാന പരിധി 1 ലക്ഷം രൂപയിൽ നിന്ന് 2 ലക്ഷം രൂപയായി ഉയർത്തിയിരിക്കുന്നു. 10,000-കണക്കിന് ആളുകൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും. പ്രത്യേകിച്ചും ഈ ലൈഫ് മിഷൻ പദ്ധതിയുമായി മറ്റും ബന്ധപ്പെട്ട് ഭൂരഹിതർക്ക് ഭൂമി നൽകുന്ന അടക്കമുള്ള നടപടികൾക്ക് ഇത് കാര്യമായി പ്രയോജനം ചെയ്യുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് സർക്കാർ. സൗജന്യമായി സംസ്ഥാനത്ത് ഭൂമി പതിച്ചു കിട്ടുന്നതിനുള്ള വരുമാന പരിധി ഉയർത്തിയിരിക്കുന്നു. നിലവിൽ 1 ലക്ഷം രൂപയായിരുന്നതാണ് ഇപ്പോൾ 2.5 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചത്. ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.